MTS ഹവിൽദാർ 2024 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു MTSൽ കേരളത്തിനകത്ത് പോസ്റ്റിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണ്ടി വരും, അതുപോലെ ഏകദേശം എത്ര സീറ്റുകളാണ് കേരളത്തിനകത്ത് വേക്കൻസി വരാറുള്ളത്, ഇപ്രാവശ്യത്തെ റിസൾട്ടിൻ്റെ ഡാറ്റ വെച്ചിട്ട് ഈ കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയെന്ന്. ഇപ്രാവശ്യം MTS വിളിച്ചിട്ടുള്ളത് ടോട്ടൽ വേക്കൻസി 11,500 വേക്കൻസിയാണ് ഇപ്രാവശ്യം വിളിച്ചത്. അപ്പോൾ MTSും ഹവിൽദാറും ഒരുമിച്ചുള്ള ടോട്ടൽ വേക്കൻസിയാണിത്. MTSന് ഇപ്രാവശ്യം 8,079 വേക്കൻസിയാണ് വന്നത്, ഹവിൽദാറിന് 3,439 ടോട്ടൽ ഇന്ത്യ മൊത്തമുള്ള വേക്കൻസി. അപ്പോൾ MTS 2 ഏജ് കാറ്റഗറി ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ആദ്യത്തേത് 25 വയസ്സിൽ താഴെയുള്ളവർക്ക്, ചില പോസ്റ്റുകളിൽ 27 വയസ്സ് വരാം. അപ്പോൾ ഏകദേശം ഇനി അടുത്ത പ്രാവശ്യം ഒരു വേക്കൻസി വരുമ്പോൾ ഒരു റഫ് ഫിഗർ കൂടെ കിട്ടും. MTSന് 8,000 വേക്കൻസി ആണെങ്കിൽ 7,000-അടുത്ത് 25 വയസ്സിൽ താഴെയുള്ളവർക്ക് കിട്ടുന്നത്. 25 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഏകദേശം ഒരു 1,000-ത്തിനകത്ത് ഒരു 8,000 ആണ് വരുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം വന്നത് 1,196 വേക്കൻസികളാണ്. അപ്പോൾ ആദ്യം ഫില്ല് ചെയ്യുക ഈ 25 വയസ്സ് 18 to 25 ആദ്യം ഫില്ല് ചെയ്യുക, അതിന് ശേഷം 18 to 27. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ ടോട്ടൽ വേക്കൻസിൻ്റെ ഒരു കണക്ക്. ഇനി നോക്കേണ്ടത് ഇതിൽ കേരളത്തിൽ എത്ര വേക്കൻസി. ഇപ്പോൾ 18 to 25 ഗ്യാപ്പിൽ 6,800 ഉണ്ടെങ്കിൽ കേരളത്തിൽ എത്ര, ആ കേരളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര സ്കോർ വേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് എക്സാം പാറ്റേൺ അറിയാത്തവർക്ക് MTSൻ്റെ എക്സാമിൽ ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ, ടയർ 1 ടയർ 2 ഇല്ല, ഒറ്റ എക്സാം മാത്രം. അതിൽ സെഷൻ 2ൻ്റെ മാർക്ക് മാത്രമാണ് റാങ്ക് ലിസ്റ്റിന് വേണ്ടി എടുക്കുക. സെഷൻ 2 എന്ന് പറയുന്നത് GK ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും കൂടെ ചേർന്ന് 150 മാർക്ക്, അതായത് 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 50 ക്വസ്റ്റ്യൻസ്, അത് 45 മിനിറ്റിലായിരിക്കും എക്സാം ഉണ്ടാവുക. ടോട്ടൽ 150 മാർക്ക് വരിക. അപ്പോൾ ഇവിടെ നോർമലൈസ്ഡ് സ്കോർ, അതായത് ഒരുപാട് ഷിഫ്റ്റുകളിലായിട്ടാണ് MTS നടക്കുക, ഒരു മാസം മൊത്തം നടക്കുന്നതാണ്. അപ്പോൾ ആ ഓരോ ഷിഫ്റ്റിൻ്റെയും മാർക്ക് നോർമലൈസ് ചെയ്ത ശേഷമുള്ള മാർക്കാണ് ഫൈനൽ റിസൾട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ റെഡിൽ കാണിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 8,079 ടോട്ടൽ വേക്കൻസികളിൽ കേരളത്തിൽ എത്ര വേക്കൻസികൾ ഈ 2024 വിളിച്ചപ്പോൾ ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ എത്ര വേക്കൻസികൾ ഉണ്ടായിരുന്നു, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ ആദ്യം MTSൻ്റെ നോക്കാം. കേരളത്തിൽ MTSൽ 18 to 25 ഇയർ വേക്കൻസികൾ 220 വിളിച്ചിട്ടുള്ളത്. അതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ജനറൽ കാറ്റഗറിക്ക് 81, OBCക്ക് 52 സീറ്റുകൾ വേക്കൻസി വന്നത്. അപ്പോൾ അതുപോലെ വേറെ എന്തുണ്ടാവും, EWS, എക്സ് സർവീസ്മാൻ, SC/ST, അപ്പോൾ അങ്ങനെ ഓരോരാൾക്കും വേക്കൻസി ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ജനറൽ കാറ്റഗറിക്ക് 18 to 25 കേരളത്തിൽ കട്ട് ഓഫ് വന്നത് 127, 168, ടോട്ടൽ 150. ടോട്ടൽ 25 50 ക്വസ്റ്റ്യൻ, 50 ക്വസ്റ്റ്യൻ ശരി ഉത്തരത്തിന് 3, തെറ്റിയാൽ -1, 1/3. അപ്പം അങ്ങനെയാണ് ടോട്ടൽ 150ൽ 127, 127.1 കട്ട് ഓഫ്. OBCക്ക് 124.9. ഇതുപോലെ ആദ്യം ഇത് ഫില്ല് ചെയ്ത ശേഷം 18 to 27 ഇയർ വേക്കൻസികൾ 31 കേരളത്തിനകത്തേതാണ്. ഈ നേരത്തെ പറഞ്ഞ 1,196 കേരളത്തിൽ വന്നതാണ് ഈ കാണിക്കുന്ന 31 സീറ്റ്. അതിൽ തന്നെ ജനറൽ കാറ്റഗറീൻ്റെ 12 സീറ്റുകൾ, OBCക്ക് 7 സീറ്റുകൾ. അപ്പോൾ നമുക്ക് റാൻഡമായിട്ടാണ് റിസൾട്ട് വരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ സീറ്റിംഗ് കിട്ടുന്ന എണ്ണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതല്ലാതെ പുറത്തും റിസൾട്ട് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അലോട്ട് ചെയ്യും, അലോട്ടഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇവിടുത്തെ നോർമലൈസ്ഡ് സ്കോർ വന്നിട്ടുള്ളത് 127, 134. ഇതാണ് കേരളത്തിൽ MTS. അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാം, ഒരു റഫ് ഐഡിയ. അടുത്ത പ്രാവശ്യം MTS എഴുതുന്ന ഒരാൾക്ക് ഏകദേശം ഈ രീതിയിലാണ് വേക്കൻസികളൊക്കെ ഏകദേശം വന്നിട്ടുണ്ടെങ്കിൽ 124 ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് OBCക്ക്. അത് 25നും 27നും ഉള്ള ആൾക്കാർക്ക് ഒരു 127, 128 പ്രതീക്ഷിക്കേണ്ടി വരും. അതുപോലെ ജനറലി
127, 134. 27 വയസ്സ് വരെയുള്ള കാറ്റഗറിയിൽ 134 കേരളത്തിൽ വന്ന ഫൈനൽ സ്കോർ. ഇതാണ് MTSൻ്റെ കാര്യം. അടുത്തത് ഹവിൽദാർ, അതുപോലെ തന്നെ CGST, കസ്റ്റംസ് രണ്ടായിട്ടാണ് ഹവിൽദാർ. കേരളത്തിൽ ടോട്ടൽ വേക്കൻസി നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു 3439. ഇതാണ് ഇന്ത്യയിലെ ടോട്ടലുള്ള വേക്കൻസി. അതിൽ കേരളത്തിൽ കാണിച്ച വേക്കൻസിയാണ് തിരുവനന്തപുരം CGSTയിൽ 85 വേക്കൻസി. അതിൽ തന്നെ ജനറൽ കാറ്റഗറിക്ക് 42, OBC 12 വേക്കൻസി. കുറച്ച് കട്ട് ഓഫ് കുറവായിരിക്കും. ഹവിൽദാറിന് നോക്കുമ്പോൾ ജനറലിൽ 123, OBCക്ക് 122. കസ്റ്റംസ്, തിരുവനന്തപുരം കസ്റ്റംസിൽ 43 വേക്കൻസികൾ, ജനറലിൽ 13, OBCക്ക് 13 വേക്കൻസി. ഏകദേശം കട്ട് ഓഫ് 120, 123. ജനറൽ കട്ട് ഓഫ് ഇവിടെ 130 കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു റഫ് ഐഡിയ. ഇനി ഹവിൽദാറും MTSും തമ്മിലുള്ള വ്യത്യാസം, ഈ വർഷം 2024 ജനുവരിയിൽ MTSൻ്റെ ഹവിൽദാറും ചേർന്നിട്ടുള്ള എക്സാം കഴിഞ്ഞു. അതിനുശേഷം ജനുവരി 20 ഒരു MTS ഹവിൽദാറിന് വേണ്ടിയിട്ടുള്ള, MTS അല്ല ഹവിൽദാറിന് വേണ്ടിയിട്ടുള്ള ആളുകളാണ്, അതായത് ഈ കാണിച്ച 3439 സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 21,700 ആൾക്കാരെ ലിസ്റ്റ് ഇട്ടു. ആ ലിസ്റ്റിലുള്ള ആൾക്കാരോട് ഫിസിക്കൽ ടെസ്റ്റിന് പങ്കെടുക്കാൻ പറയും. അത് എറണാകുളത്തോ വില്ലിംഗ്ടൺ ഐലൻഡിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. 1600 മീറ്റർ നടത്തം, പിന്നെ ജസ്റ്റ് ആൺകുട്ടിയൊക്കെയാണെങ്കിൽ ഹൈറ്റ്, വെയിറ്റ്, ഹൈറ്റും ചെസ്റ്റും, പെൺകുട്ടിയൊക്കെയാണെങ്കിൽ അതുപോലെ വെയിറ്റ്. അപ്പോൾ ആ ഫിസിക്കൽ ടെസ്റ്റിൻ്റെയും കൂടെ റിസൾട്ട് ചേർത്തിട്ടാണ് ഇപ്പോൾ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഐഡിയ. അടുത്ത പ്രാവശ്യം കേരളത്തിൻ്റെ അകത്ത് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഏകദേശം ഈ ഒരു സ്കോർ, ഇവിടെ തന്നിട്ടിരിക്കുന്ന ഒരു സ്കോർ 2 or 3 കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ അത് ടാർഗറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുക. ടോട്ടൽ 150 നോർമലൈസ്ഡ് സ്കോർ ഏകദേശം ഒരു 125 മേലെ പ്രതീക്ഷിക്കണം.